എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇത് ദോശ, ഇഡ്ഡലി, ചപ്പാത്തി ഇതിൻ്റെ എല്ലാം കൂടെ കൂട്ടാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ്. ഇതുപോലെ ഒരു കത്രിക്കയും ഒരു ഉരുളക്കിഴങ്ങും 2 തക്കാളിയും ഒരു സവോളയും 2-3 പച്ചമുളകും ഉണ്ടെങ്കിൽ ഈ കറി നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. നല്ല സ്വാദുമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് കാണാം. ഇതുണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഒരു കത്രിക്കയും ഒരു ഉരുളക്കിഴങ്ങും 2 തക്കാളിയും ഒരു സവോളയും 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവ് കുറവ് മതി എന്നുള്ളവർ 2 പച്ചമുളക് എടുത്താൽ മതി. ഇനി ഈ രീതിയിൽ എല്ലാം ഇങ്ങനെ ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. വഴുതനങ്ങ മുറിച്ച് നമ്മൾ വെള്ളത്തിലിട്ട് കറയെല്ലാം കഴുകി കളഞ്ഞതിന് ശേഷം വേണം ഇടാനായിട്ട്. എല്ലാ കഷ്ണങ്ങളും ഇതുപോലെ ചതുരത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. മുളകൊന്ന് കീറിയിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 4 വിസിൽ വരുന്നത് വരെയാണ് ഇപ്പോൾ ഞാനിത് വേവിച്ചെടുക്കുന്നത്. നല്ലതുപോലെ വെന്ത് ഉടഞ്ഞു വരണം. അതുകൊണ്ടാണ് 4 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. കുക്കറിലെ ആവിയെല്ലാം പോയി കഴിയുമ്പം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ഇപ്പോൾ ഈ കഷ്ണങ്ങളെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. നന്നായിട്ട് ഉടച്ച് ചേർക്കണം. കഷ്ണങ്ങളെല്ലാം ഉടച്ച് ചേർത്ത ശേഷം ഈ രീതിയിൽ ഇതിങ്ങനെ ആക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചൊഴിക്കണം. അതിനായിട്ട് ഇതുപോലെ ഒരു പാത്രം വെച്ച് പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പം അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 3-4 ചെറിയുള്ളി ഇതുപോലെ വട്ടത്തിലരിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പം നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ല രുചിയാണ് ഈ കറി. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. നല്ല രുചിയുമാണ്. ഇത് ദോശ, ഇഡ്ഡലി, ചപ്പാത്തി ഇതിൻ്റെ കൂടെ കഴിക്കാനാണ്. സൂപ്പറാണ്. അപ്പോൾ ഒറ്റ പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക്